പതിവ് പോലെ തന്നെ നമ്മൾ രാവിലെ 5 മണിക്ക് തന്നെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ച് അരിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കുട്ടികൾക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്താട്ടോ കൊടുത്തയക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കായ്ച്ചാറാണ് കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതെടുത്ത് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വേറൊന്നുമല്ല, നമ്മൾ ദോശയാണ് ഉണ്ടാക്കുന്നത് നാശമായിട്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചമ്മന്തി അരിക്കുകയാണ്, പിന്നെ നമ്മുടെ ആ കായ്ച്ചാറൊക്കെ ഉണ്ടല്ലോ, നല്ല രസമാട്ടോ ദോശയ്ക്കൊക്കെ. അങ്ങനെ നമ്മുടെ ചോറ് നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ നിൽക്കുക കേട്ടോ കോളിഫ്ലവർ. അങ്ങനെ അത് ഫ്രൈ ചെയ്ത് കോരി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും വേഗം അങ്ങോട്ട് ഉപ്പേരിയാക്കി എടുക്കുന്നുണ്ട്. ഏകദേശം നമ്മളൊരു 9 മണിയാകുമ്പോഴത്തേനും നമ്മുടെ അടുക്കളത്തെ ഫുൾ ജോലിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേന് 6:30 മണിയാകുമ്പോഴത്തേനും കുട്ടികൾക്ക് വേഗം ദോശ ഉണ്ടാക്കി എടുക്കുകയാണ്. 7 മണിക്കാണ് രണ്ടാളും പോണത് കേട്ടോ. പിന്നെ അഫിന് നേരത്തെ മദ്രസയ്ക്ക് പോയി ചായ കുടിച്ചിട്ട്, അപ്പോൾ 2 പഴം ഉണ്ടായിരുന്നു, വേഗം അതും വേവിച്ചിട്ട് ഇമ്മ നീച്ച് വന്നപ്പോൾ ഇമ്മക്ക് കഴിക്കാൻ കൊടുത്തു. അങ്ങനെ ഇമ്മ അവിടെ ഇരുന്നിട്ട് പപ്പായങ്ങ നന്നാക്കാൻ കേട്ടോ. പപ്പായങ്ങ കുറച്ച് അപ്പുറത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി കുറച്ച് മുരിങ്ങ തന്നു കേട്ടോ. അപ്പോൾ പിന്നെ കരുതിയ മുരിങ്ങയും പരിപ്പിട്ടിട്ട് ചാറ് വെക്കാനും, പിന്നെ കുറച്ച് സ്രാവ് മീനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും നാടൻ ഭക്ഷണങ്ങളാണ് കേട്ടോ. അങ്ങനെ സ്രാവ് മീൻ പൊരിച്ചതും മുരിങ്ങക്കറിയും പപ്പായങ്ങ കൂട്ടാനും പിന്നെ നമ്മുടെ ബീൻസ് ഉപ്പേരി, പിന്നെ നമ്മുടെ അച്ചാറും കാന്താരി മുളകുണ്ട്, അതും കൂട്ടിയിട്ട് അങ്ങോട്ട് ഒരു പിടി പിടിച്ചു.